അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നു വരണോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ദീനിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയണോ? അതിനെന്ത് വേണമെന്നറിയുമോ? മരിക്കുമെന്നുള്ള ചിന്തയോടുകൂടി കടന്നു വരലാണ്. അല്ലാഹുവേ, ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉമ്മമാരോട് ചോദിച്ചുപോയാ, നാളെ നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്നൊരു സൗഭാഗ്യമാ ഇതുപോലെയുള്ള പരിശുദ്ധമായ പവിത്രമായ മജ്‌ലിസിൽ നിന്ന് കടന്നിരിക്കാൻ കഴിഞ്ഞത്. കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തല്ലോ, സ്വഹാബ, പരിശുദ്ധമായ റജബിന്റെ അവസാന സമയങ്ങളില് ഏതൊരാൾ ഏതെല്ലാം നീയത്തുകള് അവനവന്റെ ഖൽബിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സഫലമാക്കും. സ്വഹാബ, സഹോദരങ്ങളെ, സങ്കടങ്ങളുള്ളവരാണ്, വിഷമങ്ങളുള്ളവരാണ്, ദുഃഖമുള്ളവരാണ്, മക്കളെ കെട്ടിക്കാനുള്ളവരാണ്, വീടില്ലാത്തവരാണ്, വാടക വീട്ടിൽ കിടക്കുന്നവരാ. എന്നാൽ ഇന്നത്തെ ഈ ദിവസം വല്ലാത്ത അത്ഭുതം നിറഞ്ഞിട്ടുള്ള ദിവസമാണ് സ്വഹാബ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഖൽബിന്റെ ഖൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കരുതിയിട്ട് കടന്നിരിക്കണേ സ്വഹാബ. അല്ലാഹുവേ, സ്വഹാബത്ത് കേൾക്കുകയാണ്. അങ്ങനെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് നബികൾ പറഞ്ഞു കൊടുക്കുകയാ, ഇന്നോ നാളെയോ ഞാനും നിങ്ങളും വിട പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നന്മകൾ ചെയ്യണേ സ്വഹാബ. മരിക്കുന്ന സമയത്ത് പാപ്പ കരയുമ്പോ, ഉമ്മ കരയുമ്പോ, പ്രിയപ്പെട്ടവര് കരയുമ്പോ, സഹപാഠികൾ കരയുമ്പോ, കൂട്ടുകാര് കരയുമ്പോ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? സ്വഹാബത്ത് വന്നടങ്കം മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ഹബീബല്ലാഹ്, നബിയെ, മരിക്കുന്ന സമയത്ത് നാൽക്കാലുകളെ ചത്തുപോകുന്നത് പോലെ ചത്തുപോകാൻ ഒരാൾക്കും ആഗ്രഹമില്ല നബിയെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ